ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കോതമംഗലം താലൂക്കിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. സംസ്ഥാന പ്രസിഡന്റും മുൻ എംഎൽഎയുമായ ജോണി നെല്ലൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിലാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കോതമംഗലം താലൂക്കിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, വൈസ് പ്രസിഡന്റ് ബിജോയ് പുള്ളിനാട്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി എന്നിവർക്കും താലൂക്കിലെ 10 പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, കൂടാതെ റേഷൻ വ്യാപാരികളിൽ നിന്നും ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികൾ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റും മുൻ എംഎൽഎയുമായ ജോണി നെല്ലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റേഷൻ വ്യാപാരികൾ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വളരെ താല്പര്യത്തോടു കൂടി എടുത്തൊരു തെരഞ്ഞെടുപ്പാണ്. ഏതാണ്ട് 250ഓളം ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റേഷൻ വ്യാപാരികൾ അല്ലെങ്കിൽ സെയിൽസ്മാൻമാർ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു. താലൂക്ക് സെക്രട്ടറി MM രവി സ്വാഗതം പറഞ്ഞു. കാരുണ്യ സ്പർശം പദ്ധതിയെപ്പറ്റി PT പോൾ വിശദീകരണം നൽകി. ജില്ലാ സെക്രട്ടറി ഷെല്ലി പുതുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. റേഷൻ വ്യാപാരികളുടെ വിവിധതരം ലൈസൻസുകൾ എടുക്കുവാൻ നിർബന്ധിക്കുന്ന പഞ്ചായത്തുകളുടെ നടപടി പുനഃപരിശോധിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് TM ജോർജ്, മജോ മാത്യു, MS സോമൻ, KS സനൽകുമാർ, BGM മാത്യു, ഷാജി വർഗീസ്, എൽദോസ് ജോസഫ്, മോൻസി ജോർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.